ആ കാണുന്ന ഒരു മലയുണ്ടല്ലോ, സ്റ്റെപ്സ്, അത് നമ്മൾ കയറാൻ പോവാണ്. ക്യൂബക് സിറ്റിയിൽ നിന്ന് വെറും 15 മിനിറ്റ് കാർ ഓടിച്ചാൽ നമ്മൾ ഇവിടെ എത്തും. നമ്മുടെ വേൾഡ് ഫേമസ് നയാഗ്ര ഫോൾസിനെക്കാട്ടിലും ഹൈറ്റ് കൂടുതലുള്ള വാട്ടർഫോൾ ആണ് കേട്ടോ, മോൺമോൺസി ഫോൾസ്. ഫേമസ് ആയിട്ടുള്ള ക്യൂബക്കിലുള്ള ഒരു വാട്ടർഫോൾസിലേക്കാണ് വന്നേക്കുന്നത്. നമ്മുടെ അടുത്ത യാത്രയായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ കിങ്സ്റ്റണിന്ന് യാത്ര പുറപ്പെട്ടു. ഏതാണ്ട് 600 കിലോമീറ്ററുകളുണ്ട് ക്യൂബക് സിറ്റിയിലേക്ക്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും 777 അട്രാക്ഷൻസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോകുന്നതാണ് ബെറ്റർ. കാരണം ഇംഗ്ലീഷിലൊന്നും വായിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഫ്രഞ്ച് ആയതുകൊണ്ട് ഫ്രഞ്ചിലുള്ള ബോർഡുകളേ ഉള്ളൂ. അങ്ങാക്കലെ കാണുന്ന ആ മലയുടെ അടുത്തേക്ക് നമുക്ക് എത്തണം. കേബിൾ കാർ ഇറങ്ങുന്ന ഒരു സ്റ്റേഷനാണ് ഇത്. മോൺമോൺസി നദിയിൽ നിന്നും താഴെ സെയിന്റ് ലോറൻസ് നദിയിലേക്ക് പതിക്കുന്നിടത്താണ് ഈ ഒരു വമ്പൻ വെള്ളച്ചാട്ടം രൂപപ്പെട്ടിരിക്കുന്നത്. സൈക്കിളുണ്ട്, ചെറുത്, വലിയ ഫ്രണ്ട് വീലും ബാക്കിൽ ചെറിയ വീലും ആയിട്ടുള്ളത്. എൻട്രി ഫീസ് ഉണ്ട്, കുട്ടികൾക്ക് ഫ്രീ ആണ്. പെർ പേഴ്സൺ $10. ഈ ഒരു വാട്ടർഫോൾസിൻ്റെയും ക്ലിഫിൻ്റെ ഒക്കെ ഫുൾ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമുക്ക് കേബിൾ കാർസും സിപ്പ് ലൈൻസും കൂടി ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കാണാം വലിയൊരു മലയും വാട്ടർഫോളൊക്കെ. അതിനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ പാർക്കിങ്ങിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളാണ്. വലിയ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻട്രൻസിൽ തന്നെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഓരോ കഥാപാത്രങ്ങളും തനതായ രൂപത്തിൽ അവിടെ ഇരിപ്പുണ്ട്. നമുക്കാകെ സിൻഡ്രല്ലേനെ മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്കറിയോ ഇവരാരാന്ന്? ഞങ്ങൾ എന്തായാലും കയറി പിക്ചേഴ്സൊക്കെ എടുത്തു. നല്ല തിരക്കാണ് കേട്ടോ, ക്യൂ ആണ് പിക്ചർ എടുക്കാൻ വേണ്ടി. നടക്ക്. ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വഴി ചൂസ് ചെയ്യാം. നമ്മളിനി ആ ഒരു ഫോളിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അതിനടുത്ത് തന്നെ ഒരു ക്ലിഫ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതിലേക്ക് കയറുകയും വേണം. ഇനി ആ മല മൊത്തം നമ്മൾ കയറണ്ടേ? ഓക്കെ, 600ഓളം സ്റ്റെപ്സ് ഉള്ള ഒരു വലിയ മലയാണ്. അതിൻ്റെ അടിഭാഗത്തേക്ക് വരെ നമുക്ക് എത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറാം. ഇപ്പം നല്ല വെയിലാണ്. സോ ലെറ്റ്സ് ഗോ. നേച്ചർ ഉണ്ടല്ലേ. വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുകി വരുന്ന വെള്ളമാണ്. അടുത്തെത്തിയില്ലോ. ഇത് മൗണ്ടൻ കണ്ടില്ല എന്ന് പറയണ്ട, വലിയ മൗണ്ടനാണ്. ഓഹോ, നമ്മൾ വെള്ളച്ചാട്ടത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതിരപ്പള്ളിയല്ല, നയാഗ്രയല്ല, മോൺമോറൻസി വാട്ടർഫോൾ അറ്റ് ക്യൂബക്. ഇതേ മോളൂടെ പോകുന്നുണ്ടല്ലേ സിപ്പ് ലൈനില്.
നല്ല ധൈര്യം വേണമല്ലേ പോവാൻ. ദേ അവിടെ ചെന്ന് ഇറങ്ങി. ഒക്കെ നമുക്ക് കയറണം. ഓ മൈ ഗോഡ്, ഇപ്പോഴൊക്കെ നമ്മൾ കയറാൻ പോവാണ്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് കയറാനുള്ളതാണ് കേട്ടോ, ഈ സ്റ്റെപ്പുകളെല്ലാം. നല്ല വെള്ളമുണ്ട്. വെള്ളമാണ്. അടക്ക് നോക്കട്ടെ, നോട്ട് നോട്ട്. ശരിയാക്കണ്ട ഷൂല്. ഇവിടെ റെയിൻബോ കണ്ടോ, വെള്ളത്തിൽ റെയിൻബോ. ഇനിയുണ്ട് കുറച്ച് സ്റ്റെപ്സ്. നല്ല റെയിൻബോ ഉണ്ട് അവിടെ. ഇവിടുന്ന് നല്ല കാറ്റുണ്ട്. മോളിലേക്ക് എത്തിക്കൊണ്ടായിരിക്കാം. മുകളിലേക്ക് കയറും തോറും ഈ ഒരു വാട്ടർഫോളിൻ്റെ ഭംഗി കൂടി വരുന്നതായിട്ട് കാണാം. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കേബിൾ കാർസ് ഉപയോഗിക്കാം. മുകളിലെത്തിയാലും ഗംഭീര കാഴ്ചയാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇനി നമ്മളെത്തുന്നത് വിശാലമായിട്ടുള്ളൊരു ആപ്പിൾ തോട്ടത്തിലേക്കാണ്. ഈ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ വിശ്രമിക്കണ്ടേ? ആപ്പിൾ ട്രീസിൻ്റെ അടിയിൽ, ആപ്പിൾ ട്രീസിൻ്റെ തണലിൽ ഇരുന്ന് ചിപ്സ് കഴിക്കും. കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തും.
സിപ്പ് ലൈൻ സർവീസസ്, ആക്സസറീസും ട്രെയിനിങ്ങും ഒക്കെ നടത്തുന്ന സ്ഥലമാണിത്. ആൾക്കാരൊക്കെ തയ്യാറെടുപ്പോടെ നിൽക്കുകയാണ് വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള സിപ്പ് ലൈനിലൂടെ പോകാൻ വേണ്ടി. മൗണ്ടൈനിന്റെ മിഡിലോട്ട് പോണ ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജ് ഒരു കുന്നു വരുന്നതല്ലേ. നമ്മുടെ മലയാറ്റൂർ പോയില്ലേ, മലയാറ്റൂർ പോയ വഴി പോലെ ഉണ്ടാ വഴിയെന്ന്. ശരിയാണ്, മധുരപ്പള്ളി മലയാറ്റൂരൊക്കെ പോകുമ്പോഴുള്ള വഴി പോലെയുള്ള അതിലൊരു ഒരു ഫീലിംഗ് ആണ് ഇവിടെ പോകുമ്പോൾ. ഏകദേശം 2 വശത്ത് കാടും മലമ്പുഴ പോകുമ്പോൾ ഫോട്ടോ പിടിച്ച് കയറുന്നില്ലേ, ആ എഫക്റ്റാണോ എന്തോ. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. റോപ്പ് കൊടുത്ത് ലോക്ക് ചെയ്ത് കണ്ട എന്തായി? ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും സൈനിങ് ഓഫ് 777 @Jack Johns.